എണ്ണ തേക്കാതിരുന്ന് മുടി അത്രയും പോയി. ആ സാരമില്ല, പ്രസവരക്ഷ കഴിയുമ്പോഴത്തേനെ എല്ലാം കിളുത്തോളും. നീ എന്തുവാ വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല അമ്മ. ഒന്നുമില്ലെന്നോ? ഈ സമയത്തെ മോളെ പെൺകുട്ടികൾക്ക് ആവശ്യമില്ലാത്ത പേടിയും ചിന്തയൊക്കെ ഉണ്ടാവും. അതൊന്നും മോൾ ആലോചിക്കേ വേണ്ട. അതിനെ അതിന്റെ വഴിക്ക് വിട്ടേര്. ഇപ്പഴേ എപ്പോഴും മോള് സന്തോഷമായിട്ടിരിക്കണം, അല്ലെങ്കിൽ അത് കുഞ്ഞിന് കേടാ. അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ? ജ്യൂസ് എടുത്തോണ്ട് വരട്ടെ? കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കഴിക്കാൻ ഒന്നും വേണ്ട, എനിക്ക് വിശപ്പില്ല. വിശപ്പില്ലെന്നോ? വിശപ്പില്ലേലും മോളെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. മോള് കഴിച്ചാലേ കുഞ്ഞിന് ആരോഗ്യം കിട്ടത്തുള്ളൂ. അമ്മ പോയി ജ്യൂസും എടുത്ത് കുറച്ച് നട്ട്സും എടുത്തോണ്ട് വരാം. മോള് ഇവിടെ ഇരി. ശില്പേ, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ. മോളെ കുറുമ്പത്തെ കേട്ടോ. നീ അധികം സ്ട്രെയിൻ ചെയ്യണ്ട, ഭയങ്കര കുറുമ്പത്തിയാ. ഞങ്ങള് ദുബായി പോവാ ഏട്ടന്റെ അടുത്തേക്ക്. അമ്മ എന്തെങ്കിലും ഒന്ന് കൊടുക്കും, പാല. മോക്ക് പാപ്പം തട്ടെ? മോക്ക് പാപ്പം തട്ടെ? നല്ല വാശിയല്ലേ? നല്ല വാശിക്കാരിയാ. നീ ഓക്കെ അല്ലടാ? കുഴപ്പമൊന്നുമില്ല. എന്താണ്, വേദന ഒന്നുമില്ലല്ലോ? ഇടയ്ക്ക് ചെറിയൊരു വേദന വരും, ഒരു കൊളുത്തിപ്പിടുത്തത് പോലെ. പെട്ടെന്ന് അങ്ങ് പോവും. അത് കുഴപ്പമില്ല, അത് ഗ്യാസിന്റെ ആയിരിക്കും. എന്നാ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? 28 പറഞ്ഞിരിക്കുന്നത്. വേറെ കണ്ടിട്ട് 28 വരെ പോകും തോന്നുന്നില്ല. അതിന് മുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. നീ എന്തെങ്കിലും ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? അതല്ലടി, ഡേറ്റ് അടുക്കും തോറും എനിക്കൊരു ടെൻഷൻ. എന്തിന്? നമുക്ക് പെയിനൊക്കെ സഹിക്കാൻ പറ്റുമോ? പെയിനൊക്കെ സഹിക്കാൻ പറ്റും, പക്ഷെ ഈ പെയിനൊക്കെ കഴിഞ്ഞിട്ടേ നമ്മുടെ ബേബിയുടെ മുഖം ഇങ്ങനെ നമ്മൾ കാണൂലേ, അപ്പൊ ഒരു സന്തോഷമുണ്ട്. അതിൽ ആ പെയിനൊക്കെ അങ്ങോട്ട് മറക്കും. അതൊന്നും പേടിക്കുന്നു വേണ്ട കേട്ടാ. പ്രസവം കഴിഞ്ഞിട്ട് നീ ഇവിടെ തന്നെ നിൽക്കില്ലേ? ചാൻസ് കുറവാ. നാത്തൂൻ പ്രഗ്നന്റ് ആണ്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. അമ്മോടൊരു 3 മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറ, ഇവിടെ നിൽക്കാൻ പറ. പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? വേറൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ പ്രസവത്തിന് മുമ്പാണ് എല്ലാവരും നമ്മളെ നോക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. സത്യത്തിൽ പ്രസവത്തിന് ശേഷമാണ് നമുക്കൊരാൾ വേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയി നിർത്തിയത് തന്നെ, ഡെലിവറി ശേഷം അവിടെ പോയി നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ശരിക്കും അനുഭവിച്ചു മോളെ, ഓർക്കാൻ കൂടി വയ്യ, അറിയോ? ഏട്ടന് ഇന്ന് തന്നെ പോണോ? കുറച്ച് ദിവസം ലീവ് കിട്ടിയത് തന്നെ ഭാഗ്യം. നീ കുഞ്ഞിനെ നല്ലോണം നോക്കണേ. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്യാം. പോയിട്ട് വരട്ടെ. ഡേ, കൊച്ചിങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് നീ അറിഞ്ഞില്ലേ? എന്തൊരു ഉറക്കാ ഇത്? അമ്മയായി കഴിഞ്ഞാൽ ഇങ്ങനെ ബോധമില്ലാതെ കിടന്നുറങ്ങരുത്. എഴുന്നേക്ക്, കൊച്ചിന് പാല് കൊടുക്ക്. നീ എന്തോ നോക്കിയിരിക്കുന്നേ? കുഞ്ഞിനെടുത്ത് പാല് കൊടുക്ക്. അമ്മ, മോള് രാത്രി മുഴുവൻ ഉറങ്ങാണ്ട് കരഞ്ഞോണ്ടിരിക്കായിരുന്നു. കുഞ്ഞുങ്ങളായാലും അങ്ങനെയൊക്കെയാ. എനിക്കും തീരെ ഉറങ്ങാൻ പറ്റിയില്ല അമ്മ, അതിന് ഉറങ്ങിപ്പോയാ. നീ നോക്കിയിരിക്കാതെ കുഞ്ഞിനെടുത്ത് പാല് കൊടുക്ക്.
എടി ഈ മുഷിഞ്ഞ തുണിയൊക്കെ അപ്പൊ കഴുകിയിടണം. ഇങ്ങനെ കൂട്ടിയിടരുത്. ഇങ്ങനെ കൂട്ടിയിട്ടാൽ തന്നെ കുഞ്ഞിന് കേടാണ്. അമ്മ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് അമ്മ. നീ രാവിലെ കഴിച്ചതല്ലേ, ആദ്യം ഈ തുണിയൊക്കെ അലക്കിയിടാൻ നോക്ക്. ഒരുപാട് കഴിച്ചാലേ കേറി അങ്ങ് തടിക്കും. ശരി അമ്മ. ഒന്ന് ഉറങ്ങടാ, അമ്മ ഒന്ന് ഉറങ്ങട്ടെ. ഓ ഓ അവിടെ മുത്തല്ല, ഒന്ന് ഉറങ്ങു മോളെ, ഒന്ന് ഉറങ്ങു നീ. ഞാൻ ഉറങ്ങിയിട്ടില്ല തീരെ. ഇപ്പൊ കിടത്തി ഉറക്കൊക്കെ പോയിട്ടല്ലേ ഉള്ളൂ ഞാൻ. പിന്നെ എന്തിനാ ഈ കിടത്തി കരയണത്? എന്തിനാ ഉറക്കത്തിലാണ് കിടക്കി കരയണ്? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. ഉറങ്ങ ഉറങ്ങ വേഗം ബാബോ. എനിക്ക് അറിയാണ്ടല്ലോ നിന്നെ പെറ്റത് അബദ്ധമായെന്ന് പറയണ ഞാൻ ജീവിക്കുന്നവിടെ. എന്തൊരു കരച്ചിലാടി. മനുഷ്യന് ചെവി തല തരുന്നില്ലല്ലോ. കൊച്ചിന് കറക്റ്റ് സമയത്ത് പാല് കൊടുക്കാത്തോണ്ടല്ലോ കൊച്ചിങ്ങനെ കിടന്ന് കരയുന്നത്. പാല് കുറവാ അമ്മ. നമുക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പൊടി എഴുതി വാങ്ങി. പാല് കുറവാണെന്നോ? മനസ്സറിഞ്ഞ് പാല് കൊടുക്കണം, എന്നാലും പാലുണ്ടാവുള്ളൂ. മടിച്ച് പാല് കൊടുത്താൽ എങ്ങനെ പാലുണ്ടാകുന്നത്? ഞാനും 3 മക്കളെ പെറ്റു വളർത്തിയതാ. 3 കുഞ്ഞുങ്ങൾക്കും ഞാനും ഒരു പൊടിപ്പാലും കൊടുത്തിട്ടില്ല. അമ്മ കുഞ്ഞിനൊന്നും എടുക്കമ്മേ. ഞാൻ രാവിലെ വരെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഒന്ന് കുറച്ചൊന്ന് ഉറങ്ങട്ടെ പ്ലീസ് അമ്മ, പ്ലീസ്. ഞാനിവിടെ കൊച്ചിനെ എടുത്തോണ്ടിരുന്ന ഇവിടുത്തെ പണിയൊക്കെ ആരെടുക്കും? നിനക്ക് ഇവിടെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. കൊച്ചിനെങ്കിലും മര്യാദയ്ക്ക് നോക്ക്. ആകെ വല്ലാത്ത ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഏട്ടൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തു പോയേനെ. എടാ നമുക്ക് ശരിക്കും ഉണ്ടല്ലോ നമ്മളെ കെയർ ചെയ്യാനും മനസ്സിലാക്കാനും ഒന്ന് കുഞ്ഞിനെ കൈമാറ്റി പിടിക്കാനൊക്കെ ഒരു ആളുണ്ടായാൽ മതി. നമ്മൾ ആ സിറ്റുവേഷനൊക്കെ കവർ ചെയ്യും എങ്ങനെയെങ്കിലും. പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്ന് തന്നെ ആർക്കും മനസ്സിലായിട്ടില്ല. എന്തിനും എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. എടി, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷെ നീ പറയുമ്പോഴേ അതിൻ്റെ അവസ്ഥ ഇത്ര ഭീകരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തിനും എനിക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ടൈമിലാ പെറ്റമ്മമാരുടെ വില പെമ്മക്കൾ മനസ്സിലാക്കുന്നത്. അറിയോ? ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ, സമയം പോയി. ആ, വന്ന ഉടനെ പോവാണോ നീ? പോട്ടടാ. അമ്മേ, മോളെ എവിടെയാണാവോ? അവളെ കൊണ്ട് പോയിട്ടുണ്ടാവും എങ്ങോട്ടെങ്കിലും. അപ്പൊ നീ നന്നായിട്ടിരിക്കും കേട്ടോ. ടെൻഷനൊന്നും അടിക്കണ്ട. അമ്മ എവിടെ? അമ്മേ,
ഏട്ടൻ വന്നോ? വേണ്ട വേണ്ട എണീക്കണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തൊക്കെയോ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയത്തില്ല. താനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട, എല്ലാം എനിക്ക് മനസ്സിലാവും. പിന്നെ അമ്മ പറഞ്ഞു താനിപ്പോൾ ഫുൾ ടൈം ആലോചനയിലാണ്. എന്താ ഇത്ര ചിന്തിച്ചു കൂട്ടണേ? അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ, എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ. ടെൻഷനോ? എന്തിന്? ഇപ്പൊ എനിക്ക് ഡെലിവറി കഴിഞ്ഞാലേ അമ്മ ഏട്ടൻ്റെ അടുത്ത് പോയാൽ എന്നെയും കുഞ്ഞിനെ ആര് നോക്കും? അതെന്ത് ചോദ്യമാണോ? ഞാൻ നോക്കും. ഈ ഡെലിവറി കഴിയുമ്പോൾ ലേഡീസിൻ്റെ ലൈഫിലൊരു വലിയ ചേഞ്ചസ് ഒക്കെ വരും. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. പിന്നെ ഇന്ന് വർഷ വന്നപ്പോൾ അവളും എന്നോട് പറഞ്ഞു. എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള ടെൻഷനാണ്. എടോ, ഇതൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമില്ലേ? പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ തന്നെ പ്രസവശേഷം പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും ഫുഡും ഉറക്കവും ഒക്കെ കിട്ടിയാൽ മതി. നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മാറ്റിയെടുക്കാന്നേ ഉള്ളൂ. പിന്നെ തൻ്റെ കൂടെ ഞാനില്ലേടോ. എനിക്ക് കുഞ്ഞിനെ വേണ്ട. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഒന്നും കൊണ്ടും വറിയിടാവണ്ട. സി, ഐ എം ഓൾവേസ് വിത്ത് യു. നീ ഓരോന്നും ആലോചിച്ചിങ്ങനെ ടെൻഷൻ ആവല്ലേ. ഇനിയിപ്പം തൻ്റെ പ്രസവത്തിന് ശേഷം അമ്മയ്ക്ക് അളിയൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ. ഞാൻ കമ്പനിയുടെ അടുത്ത് പറഞ്ഞ് 3 മാസം വർക്ക് ഫ്രം ഹോം എടുക്കാം. അതാകുമ്പം താനിവിടെ ഒറ്റയ്ക്ക് ആവത്തില്ലല്ലോ, ഞാനും ഇല്ലേ കൂടെ. പിന്നെ തൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ലല്ലോ കുട്ടിയെ നോക്കുന്നത്. നമ്മുടെ കുട്ടിയല്ലേ, നമുക്ക് നോക്കാടോ. താൻ ധൈര്യമായിട്ടിരിക്കുക. എനിക്കിപ്പോൾ വേണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ദേ, നീ ഇപ്പോൾ ഒരാളല്ല 2 പേരാണ്. കുടി. എന്താ നോക്കുന്നത്? ഒന്നുമില്ല.